നമുക്ക് കൂടുതൽ ആളുകളെ ഉപയോഗപ്പെടുത്തി ദുരന്ത നിവാരണത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ അവസരത്തിലാണ് ഷമീറിന്റെ ഭാര്യ സുഹദ, അതുപോലെ തന്നെ ഷമീറിന്റെ സുഹൃത്തായിട്ടുള്ള സുരേഷ്, അതുപോലെ തന്നെ എടക്കുറിശ്ശിയിലെ മോഹനൻ തുടങ്ങിയവർ ഈ ദുരന്ത നിവാരണത്തിനുള്ള വിവിധ യന്ത്ര സാമഗ്രികൾ അവർ സ്വന്തമായിട്ട് നിർമ്മിച്ചതും അല്ലാത്തതുമായിട്ടുള്ള യന്ത്ര സാമഗ്രികളൊക്കെ ആയിട്ട് പഞ്ചായത്തിനെ സമീപിക്കുകയുണ്ടായി. ദുരന്ത നിവാരണ രംഗത്ത് എല്ലാവിധ സഹകരണങ്ങളും ചെയ്യാമെന്ന് അവർ ഏറ്റെടുത്തിട്ടുണ്ട്. അവരെ പോലുള്ള ആളുകളെ നമുക്ക് ഈ അവസരത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ പഞ്ചായത്തിന്റെ ദുരന്ത നിവാരണ സമിതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ദുരന്തങ്ങളിൽ നമുക്ക് ആളുകളെ സഹായിക്കാനും ദുരന്ത നിവാരണത്തിനും അവരെ ഉപയോഗിക്കാമെന്നാണ് പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. പഞ്ചായത്തിൽ നമ്മൾ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്, നമ്പറുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആളുകൾ അതിലേക്ക് വിളിക്കുമ്പോൾ ഞങ്ങൾ ഈ ദുരന്ത നിവാരണ സേനയെ വിവരം അറിയിക്കുകയും അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ദുരന്ത നിവാരണം നടത്തുകയും ചെയ്യും. വെള്ളം കയറി ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു അവസ്ഥ മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും തന്നെ മഴ കനക്കുമ്പോൾ ഞങ്ങൾക്ക് വലിയ ആശങ്കയാണ്. അതുപോലെ തന്നെ മരങ്ങൾ വീടുകൾക്ക് മുകളിലൊക്കെ പൊട്ടി വീണ് പലയിടത്തും ഇപ്പോൾ തന്നെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ആക്സിഡന്റുകളും മറ്റും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണ രംഗത്ത് നമുക്ക് കൂടുതൽ ആളുകളെ ഉപയോഗപ്പെടുത്തി ദുരന്ത നിവാരണത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായിട്ട് 3 സ്കൂളുകൾ ക്യാമ്പ് നടത്തുന്നതിന് 3 സ്കൂളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ പഞ്ചായത്തിന് തന്നെ ബഡ്സ് സ്കൂൾ നമ്മൾ അതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ദുരന്ത നിവാരണ സേന വിളിച്ചുകൂട്ടി കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് അതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നാണ് പറയാനുള്ളത്. ഞാൻ സുഹദ കരിമ്പ, നമ്മളെ മരണപ്പെട്ടു പോയ കരിമ്പ ഷമീർ ഖാന്റെ ഭാര്യയാണ്. അതിലുപരി ഇപ്പോൾ മൂപ്പരെ ചെയ്തുകൊണ്ടിരിക്കണ അതേ ഇതിൽ കൂടി തന്നെയാണ് ഞാനും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ പഞ്ചായത്തിൽ എന്ത് അപകടമോ പഞ്ചായത്താന് ബന്ധപ്പെട്ട് എന്തൊരു കാര്യത്തിന് നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സജീവമായിട്ട് അവരുടെ കൂടെ എല്ലാ സപ്പോർട്ടുമായിട്ട് നമ്മൾ ഉണ്ടാവും. പൊതുവെ നമ്മളിപ്പോൾ മരപ്പണി ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കൈത്തൊഴിലായിട്ട് കൊണ്ടുനടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ കൂടെ എന്തെങ്കിലും സഹായം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ അത് ഉത്തമം.